അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിപ്പോൾ ഷഅബാൻ മാസത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. നമ്മളിപ്പോൾ റമളാൻ മാസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്, പ്രതീക്ഷയോടുകൂടി നമ്മൾ കാത്തിരിക്കുകയാണ് അല്ലേ വിശ്വാസികളായ മുസ്ലിങ്ങൾ. പക്ഷെ അതിനു മുമ്പ് വളരെ ശ്രേഷ്ഠതയുള്ള ഒരു ദിവസം കൂടെ വരാനുണ്ട്. ഏതാണ് ആ ദിവസം? നമ്മൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്. റമളാന് മുമ്പായിട്ട് വരുന്ന പ്രത്യേകപ്പെട്ട ആ ദിവസം ബറാത്ത് രാവ് അല്ലേ, ബറാത്ത് ദിവസം. കാരണം എന്താണ്? ആ ദിവസം എണ്ണമറ്റ കുറ്റവാളികൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുന്ന ദിവസമാണ്. ഒരുപാട് പേർക്ക് പാപമോചനം നൽകപ്പെടുന്ന ദിവസമാണ്. പാപമോചനം അന്ന് രാത്രി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്താണ്, ആ രാത്രി നമ്മൾ ധാരാളം ഇബാദത്തുകൾ ചെയ്യും, നോമ്പുകൾ പിടിക്കും അല്ലേ. ബറാത്ത് രാവ് എല്ലാവരും നോമ്പ് പിടിക്കൂലേ. ഈ രാവ് എപ്പോഴാണ്, ഈ രാത്രി എപ്പോഴാണെന്ന് ഏതൊരു മുസ്ലിമിനും വളരെ അറിയേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. വളരെ ഇഷ്ടപ്പെടുന്ന, വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ദിവസമാണ് അല്ലേ. അതിപ്പോൾ എല്ലാവരും അറിഞ്ഞു കാണും. എപ്പോഴാണ് നമുക്ക് ബറാത്ത് രാവായിട്ട് വരുന്നത്? തിങ്കളാഴ്ച നമുക്ക് ഫെബ്രുവരി 2 തിങ്കളാഴ്ച നമുക്ക് എന്തായിരിക്കും, ബറാത്ത് രാവായിരിക്കും. പിന്നെ ഫെബ്രുവരി 3 ചൊവ്വാഴ്ച ആയിരിക്കും നമുക്ക് ബറാത്ത് ദിവസമായിട്ട് വരുന്നത്. അന്ന് നമ്മൾ നോമ്പ് പിടിക്കും, ധാരാളം ഇബാദത്തുകൾ ചെയ്യും, പിന്നെ ധാരാളം സദഖകൾ ചെയ്യും അല്ലേ. അപ്പോൾ ഈ രാത്രിയിൽ നമ്മൾ എന്ത് ഇബാദത്താണ് ചെയ്യേണ്ടത്? ഷഅബാൻ മാസത്തിൽ നമ്മൾ എത്ര നോമ്പ് പിടിക്കണം, ബറാത്തിൻ്റെ അന്ന് എത്ര നോമ്പ് പിടിക്കണം, അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ആ ദിവസം ധാരാളം ഇബാദത്ത് ചെയ്യുക. ബറാത്തിൻ്റെ തലേന്നും ബറാത്ത് രാവിലും ബറാത്ത് ദിവസത്തിൻ്റെ അന്നും, അത് മഗ്‌രിബ് കഴിഞ്ഞാലും ഇശാ കഴിഞ്ഞാലും പിറ്റേന്ന് സുബഹി വരെയും നമുക്ക് ധാരാളം സമയങ്ങളുണ്ട് നമ്മളുടെ പാപമോചനത്തിനും നമ്മുടെ ആവശ്യങ്ങൾക്കും. എന്തൊരാവശ്യമാണോ അത് മുൻനിർത്തി നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് നമുക്ക് സാധിപ്പിച്ചു തരും. അത്രക്കും പവിത്രമാക്കപ്പെട്ടൊരു ദിവസമാണ് അല്ലേ. ഇപ്പോൾ പുരുഷന്മാരിനിപ്പോൾ പള്ളികളല്ലാത്ത സമയത്ത് വീട്ടിലാണെങ്കിൽ ബറാത്ത് ദിവസത്തിൻ്റെ അന്ന് നിത്യമായി ധാരാളമായിട്ട് മൊബൈലൊന്നും കളിച്ച് നിൽക്കാതെ ധാരാളമായിട്ട് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സ്ത്രീകളാകുമ്പോൾ പിന്നെ ഏറ്റവും ശ്രേഷ്ഠത നമ്മളെ വീട്ടിൽ നിന്ന് ചെയ്യുന്നതാണല്ലോ നിസ്കാരവും ഇബാദത്തും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്ത് ചെയ്യുക, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ഖബർസ്ഥാനാക്കി മാറ്റരുത്. ഖബർസ്ഥാനാക്കി മാറ്റരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മളെ വീടുകൾ ഇബാദത്തുകളില്ലാത്ത ഒരു വീട് മാതിരി ആക്കിക്കളയരുത്. നിസ്കാരവും നോമ്പും ഖുർആനോത്തും ഒന്നും ഇല്ലാത്ത വീടെന്താണ്, ഖബർസ്ഥാൻ മാതിരിയാണ് അല്ലേ. അവിടെ കുറേ പാട്ടും കുറേ ഡാൻസും ഒക്കെ ഉണ്ടായിട്ട് കാര്യമില്ല. അവിടെ അള്ളാഹുവിൻ്റെ മലക്കുകളോ അള്ളാഹുവിൻ്റെ ബർക്കത്തൊന്നും ആ വീട്ടിലുണ്ടാവില്ല അല്ലേ. അപ്പം അങ്ങനെ വീടുകളിലെ പുരുഷന്മാർ പള്ളികളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ അനാവശ്യമായിട്ട് ചിലവഴിക്കാതെ അപ്പോൾ ഇബാദത്തിന് വേണ്ടിയിട്ട് ചിലവഴിക്കുക. സ്ത്രീകൾ പിന്നെ വീട്ടിൽ തന്നെ ആയതുകൊണ്ടും വീട്ടിൽ നാഫിയായ ധാരാളം ഇബാദത്തുകൾ ചെയ്യുക. ഓക്കെ, ഇൻഷാ അല്ലാ. അപ്പോൾ ആ ദിവസം ചെറിയ ചെറിയ അമലുകൾ ചെയ്യുന്നത് പോലും വലിയ അഫ്ളലാണ്. അപ്പോൾ നമ്മൾ എത്ര നോമ്പ് പിടിക്കണമെന്നതാണ് അല്ലേ. ഷഅബാൻ മാസത്തിൽ നമുക്ക് എത്ര നോമ്പ് വേണമെങ്കിലും പിടിക്കാം. തിങ്കളാഴ്ച, വ്യാഴാഴ്ച ഒക്കെ നമുക്ക് നോമ്പ് പിടിക്കാവുന്നതാണ് അല്ലേ. നമുക്ക് റമദാൻ തുടങ്ങുന്നതിന് ഒരു 3-4 ദിവസം വരെ നമുക്ക് ഷഅബാൻ മാസത്തിൽ എന്ത് ചെയ്യാം, നോമ്പ് പിടിക്കാം. നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മാസം മുഴുവൻ നോമ്പ് പിടിച്ചിരുന്നു. നോമ്പില്ലാത്തൊരു ദിവസം ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, നോമ്പ് പിടിക്കാം. പിന്നെ ബറാത്തിൻ്റെ അന്നും നമ്മൾ ബറാത്ത് രാവിലെ നിയ്യത്തൊക്കെ വെച്ച് നമ്മൾ നോമ്പ് പിടിക്കുമല്ലോ. ബറാത്തിൻ്റെ അന്നും ആ നോമ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ റമളാൻ വരുന്നതിന് മുമ്പ് ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക. നോമ്പ് പിടിച്ചിട്ട് ശീലങ്ങൾ ഉണ്ടാക്കുക. കാരണം നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷന് പോവുകയാണെങ്കിലും അതിന് മുമ്പ് എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട് അല്ലേ. ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു കല്യാണം ആയിക്കോട്ടെ, വീട്ടിലെന്തൊരു പരിപാടി ആയിക്കോട്ടെ, പുറത്തുള്ള എന്തൊരു പരിപാടി ആയിക്കോട്ടെ, നമ്മൾ അതിന് മുമ്പൊക്കെ ഒരുപാട് തയ്യാറെടുപ്പുകൾ നടത്തുന്നില്ല അല്ലേ. അതിനേക്കാളൊക്കെ ഏറ്റവും പവിത്രമുള്ള ഏറ്റവും വിലപ്പെട്ട ഒന്നാണ് എന്ത്, റമളാൻ മാസം. അപ്പോൾ റമളാൻ മാസത്തിൽ നമ്മൾ ഇപ്പോൾ തന്നെ തയ്യാറാവണം. ഇതുവരെ നിസ്കരിക്കാത്തവരൊക്കെ നിസ്കാരത്തിലേക്ക് വരിക, ഖുർആൻ ഓതാത്തവരൊക്കെ ഖുർആൻ ഓതുക. അങ്ങനെ റമളാനിലേക്ക് നമ്മൾ ഇപ്പോൾ തന്നെ തയ്യാറെടുക്കാത്ത മക്കളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എന്താണ് ഖബറും ഈ ജീവിതവും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക മക്കൾക്ക്. എന്നിട്ട് എന്താക്കുക, റമളാനിലേക്ക് നമ്മളൊക്കെ തയ്യാറാവുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ. ഇപ്പോൾ റമളാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അല്ലാഹു തആല ഓരോ വർഷവും നമുക്ക് സ്വർഗ്ഗത്തിൻ്റെ താക്കോല് നമ്മളെ കൈമിൽ ഇങ്ങനെ തരും. എന്തിനാണ്? ഇബാദത്തുകൾ ചെയ്ത് നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, അല്ലാഹു തആലയുടെ കയ്യിൽ നിന്ന് ആ സ്വർഗ്ഗത്തിൻ്റെ താക്കോൽ നമ്മൾ വാങ്ങണം. മനസ്സിലായില്ലേ? അതിനാണ് നമ്മൾ തയ്യാറെടുക്കേണ്ടത്. അപ്പോൾ ഈ ബറാത്ത് ദിവസത്തെക്കുറിച്ച് കുറച്ച് ശ്രേഷ്ഠമായ കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ബറാത്തിൻ്റെ അത് നമുക്ക് എന്തൊക്കെ ചൊല്ലാം, എന്തൊക്കെയാണ് ചെയ്യേണ്ട ഇബാദത്തുകൾ, നമ്മൾ ഉദ്ദേശം വെച്ചിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ആ രാത്രി നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടത്? 3 യാസീൻ ഓതുക. ഒന്നാമത്തെ യാസീന് ദീർഘായുസ്സും ആരോഗ്യം എന്ന് നിയത്തി വെച്ചിട്ട് ഒന്നാമത്തെ യാസീൻ ഓതുക. രണ്ടാമത്തെ റിസ്ക്കിൽ ബർക്കത്ത് ഉണ്ടാവാൻ വേണ്ടി, നമ്മുടെ റിസ്ക്കിൽ ബർക്കത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ യാസീന്. മൂന്നാമത്തെ നമ്മളെ അന്ത്യം നന്നാവാൻ വേണ്ടിയിട്ട് മൂന്നാമത്തെ യാസീൻ ഓതുക. പിന്നെ സൂറത്തുൽ ദുഹാൻ ഓതുക. പരിശുദ്ധ ഖുർആനിലെ 44-ാമത്തെ അധ്യായം
സൂറത്തുൽ ദുഖാൻ പാരായണം ചെയ്താൽ അവർക്ക് വേണ്ടി 70,000 മലക്കുകൾ പാപമോചനത്തിന് വേണ്ടി ദുആ ചെയ്യുമെന്ന് ഹദീസുകളിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, സൂറത്തുൽ ദുഖാൻ ഓതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ശേഷം ഈ ദിക്റുകളും കൂടെ ചൊല്ലുക. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസു എന്നത് 100 പ്രാവശ്യം ചൊല്ലുക. രണ്ടാമത് അല്ലാഹുമ്മ ഇന്നക ഹലീമുൻ ദു അനാത്തിൻ ലാ ത്വാഖത ലനാ ഫഅഫു അന്നാ ബിഹിൽമിക യാ അല്ലാഹ് ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ എന്ന ദിക്ർ 70 പ്രാവശ്യം ചൊല്ലുക. പിന്നെ ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ എന്ന ദിക്ർ എന്ത് ചെയ്യുക, 100 വട്ടം ചെയ്യുക, ചൊല്ലുക. അതിനുശേഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ എന്ത് ചെയ്യുക, ധാരാളം 100 വട്ടം സ്വലാത്ത് ചൊല്ലുക. അതിനേക്കാൾ പറ്റുന്നവർ അതിനേക്കാളും ധാരാളം സ്വലാത്തുകൾ ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ. പിന്നെ നമ്മുടെ നാടും ഒക്കെ സർവ്വ ആപത്തുകളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ബറാഅത്ത് രാവിലെ ചെയ്യേണ്ട അമലുകൾ. അപ്പോൾ നിങ്ങളുടെ ദുആയിൽ എന്നെയും ഉൾപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേറൊരു കാര്യം കൂടെ, അള്ളാഹു തആലാൻ്റെ അടുത്ത് നിന്ന് ആ സ്വർഗത്തിൻ്റെ താക്കോൽ ഹാസിലാക്കാൻ വേണ്ടിയിട്ട് ധാരാളം ഇബാദത്തുകൾ ചെയ്യുക. അള്ളാഹു തആല നമ്മളെല്ലാവരെയും അത് ഹാസിലാക്കുന്ന സ്വാലിഹായ ഉമ്മത്തങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.